ബാങ്കിങ് സെക്ടറിലെ രാജാവ് ആരാണെന്നറിയോ? നിങ്ങളൊരു സ്റ്റോക്ക് മാർക്കറ്റ് പാർട്ടിസിപ്പന്റ് ആണെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്ന ആരെയാണെന്ന് നിങ്ങൾക്ക് ഇന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്കുകളിൽ ഒന്നായിട്ടുള്ള SBI ഇന്ന് റെക്കോർഡ് ഹൈ ആയിട്ടുള്ള 1147 എത്തിയിരിക്കുകയാണ്. ഇത് വെറും ഒരു അപ്പ് മൂവ്മെന്റ് അല്ല. കഴിഞ്ഞ 3 മാസത്തിനിടെ 21,028 കോടി രൂപയുടെ ലാഭമാണ് ഇവരുണ്ടാക്കിയത്. പലരും വിചാരിക്കുന്നത് SBI ഒച്ചിനെ പോലെ എഴുതുന്ന ഒരു സ്റ്റോക്കാണെന്നാണ്. ലാഭം എടുക്കാൻ സമയമെടുക്കും, ഗവൺമെന്റ് ബാങ്ക് അല്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പലപ്പോഴും ഇതിനെ അവഗണിച്ചു. പക്ഷേ നമ്മൾ ഇതും പറഞ്ഞിരിക്കുമ്പോൾ വിദേശ നിക്ഷേപകരും വമ്പൻ ഇൻവെസ്റ്റേഴ്സും ഇതിലേക്ക് പണം ഒഴുക്കുകയായിരുന്നു. ബാങ്ക് നിഫ്റ്റിയേക്കാൾ വേഗത്തിൽ SBI കുതിക്കുന്നത് കണ്ട് എല്ലാവരും അയ്യോ ഇത് നേരത്തെ വാങ്ങാമായിരുന്നു എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ തോന്നുന്നുണ്ടോ? പക്ഷേ നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊരു താൽക്കാലിക അപ്പ് മൂവ്മെന്റ് അല്ല. ബാങ്കിന്റെ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 9% വർദ്ധിച്ചിട്ടുണ്ട്. അതായത് ബാങ്ക് അതിന്റെ കോർ ബിസിനസ്സിൽ പക്ക സ്ട്രോങ് ആണ്. സിമ്പിളായി പറഞ്ഞാൽ ലോൺ എടുക്കുന്നതിന്റെ എണ്ണം കൂടുന്നു, ബാങ്കിന്റെ ലാഭം കൂടുന്നു. ഈ വർഷം 15% വരെ ബിസിനസ് വളർച്ചയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ഒരു ട്രേഡർ എന്ന നിലയിൽ നമ്മൾ നോക്കേണ്ടത് ഇതാണ്. ഒരു വമ്പൻ ബ്രേക്ക്ഔട്ട് നടക്കുമ്പോൾ അതിന്റെ പിന്നിലെ ഫണ്ടമെന്റ്സ് കൂടി നമ്മൾ നോക്കുക. SBI ഇപ്പോൾ കാണിക്കുന്നത് ഒരു പവർ തന്നെയല്ലേ? നിങ്ങൾ ഈ കുതിപ്പിൽ ലാഭം എടുത്തിട്ടുണ്ടോ അതോ ഇനിയും ഹോൾഡ് ചെയ്യുന്നുണ്ടോ? താഴെ കമന്റ് ചെയ്യൂ.